നമ്മൾ പഠിച്ച എല്ലാ പാഠപുസ്തകത്തിലുമുള്ള പക്ഷേ നമ്മൾ ആരും വായിച്ചിട്ടില്ലാത്ത ഒരു പേജ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു പേജുണ്ട്. ആ പേജാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നാം തരത്തിലെ കേരള പാഠാവലിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ആയിരിക്കില്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ദേശീയഗാനം കഴിഞ്ഞ് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അക്ഷരമാല കഴിഞ്ഞ് ഇതാ കിടക്കുന്നു ആ പേജ്. അപ്പോൾ ഈ പേജാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്, അതായത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം. ഓക്കെ, നമ്മൾ പഠിച്ച എല്ലാ ടെക്സ്റ്റിലും സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ തന്നെ നിങ്ങളും ആരും ഇത് വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു ആമുഖം ഇന്ന് വായിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖമാണ്. ഈ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ പാർട്ടാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം, എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇത് എപ്പോഴെങ്കിലും അമെൻഡ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. സാധാരണയായിട്ട് ഒരു ബുക്ക് എടുക്കുമ്പം ബുക്കിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനാണ് നമ്മൾ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഭരണഘടനയ്ക്കും ഒരു ആമുഖമുണ്ട്. ആ ഒരു ആമുഖമാണ് ഇവിടെ കൊടുത്തത്. നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് പ്രിയമ്പിളായിട്ട് രൂപപ്പെട്ടു വന്നത്. ആമുഖത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ബെരുബാറി യൂണിയൻ കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ സ്ഥലം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശാണ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ, ആ ഒരു റീജിയനിലുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പറയുന്ന ബെരുബാറി. അപ്പോൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ബെരുബാറി യൂണിയൻ കേസ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടന ഉണ്ടാക്കിയ മഹാന്മാരുടെ മനസ്സിലേക്കുള്ള താക്കോലാണ് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രിയമ്പിളിൻ്റെ അഥവാ ആമുഖത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ സെയിം കേസിൽ തന്നെ ഭരണഘടനയുടെ പാർട്ടല്ല ഈ പറയുന്ന ആമുഖം എന്നുകൂടി പറയുകയുണ്ടായി. പിന്നീട് വന്ന ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള ഏടായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി പ്രിയമ്പിൾ ഭരണഘടനയുടെ പാർട്ടാണെന്ന് വിധിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതിൽ ഒന്നാമത്തെയാണ് സോഴ്സ് ഓഫ് അതോറിറ്റി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്നത് പോലെ തന്നെ ഭാരതത്തിലെ ജനങ്ങളായ നാം, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഥവാ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റിയാണ്. അതായത് ഈ ഭരണഘടനയ്ക്ക് അതോറിറ്റി നൽകുന്നത് ആരാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ഭാരതത്തിലെ ജനങ്ങളാണ് ഈ പറയുന്ന ഭരണഘടനയ്ക്ക് അതോറിറ്റി നൽകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാൻ. അങ്ങനെ വെച്ചാൽ എന്തായിരിക്കും? ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചറിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് എങ്ങനെയുള്ള രാജ്യമാണ്, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ സോവേറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ടേമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സോവേറിയൻ അഥവാ പരമാധികാര എന്നാണ്. ശരിയല്ലേ? അതായത് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിന് ഡിപ്പെൻഡൻസിയോ അല്ലെങ്കിൽ ഡോമിനിയനോ അല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ 1947 വരെ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു ഇന്ത്യ. ശരിയല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 15 മുതൽ ഈ ഒരു ഭരണഘടന അംഗീകരിക്കുന്നവരെ ഒരു ഡോമിനിയോൺ ആയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യ നിലകൊണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭരണഘടന അംഗീകരിക്കുന്നതോടുകൂടി ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് മാറുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ പറയുന്ന സോവേറിയൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് സോവേറിയൻ അഥവാ പരമാധികാരം എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് രാജ്യത്തിന് പുറത്തെ കാര്യങ്ങളായാലും അകത്തെ കാര്യങ്ങളായാലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് പരമാധികാരികൾ എന്നാണ് പരമാധികാരം എന്ന് പറഞ്ഞ ടേം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടേം നോക്കാം. സ്ഥിതി സമത്വ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി 1955 അവധി സെഷനിൽ അവതരിപ്പിച്ച സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, ആ ഒരു റെസൊല്യൂഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ടേം വരുന്നത്. അതായത് നമ്മൾ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അഡോപ്റ്റ് ചെയ്ത ആമുഖത്തിൽ ഈ ഒരു ടേം ഉണ്ടായിട്ടില്ല, അത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ട ഒരു വേർഡാണ്. 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 1976 ഇന്ദിരാഗാന്ധി ഈ ഒരു ടേം ഈ ഒരു ആമുഖത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്റ്റേറ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന, അതായത് ഈ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്ത ഒരു സംവിധാനമാണ് സോഷ്യലിസം. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്ത സോഷ്യലിസം എന്ന വേർഡിന് വേറൊരു മീനിങ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം? അത് ബേസിക്കലി മിക്സഡ് എക്കണോമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മിക്സഡ് എക്കണോമി എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ആ ഒരു മിക്സഡ് എക്കണോമിനെ ഡിനോട്ട് ചെയ്യാനാണ് ഈ പറയുന്ന സോഷ്യലിസം എന്ന ടേം ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രിയമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ്?
അതായത് പട്ടിണി ഇല്ലാതാക്കുന്ന, അവസരങ്ങളിലുള്ള അസമത്വം കുറക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത ടേമായിട്ട് പറഞ്ഞിരിക്കുന്നത് മതേതരത്വം അഥവാ സെക്യുലറിസം ആണ്. ശരിയല്ലേ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടക്കുന്ന ഒരു ടേമാണ് എന്താണ് ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ട് സ്റ്റേറ്റ് സപ്പോർട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോൾ മതേതരത്തിൻ്റെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് സ്റ്റേറ്റ് മതങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യും പോസിറ്റീവായിട്ട്, അത് നല്ല കാര്യത്തിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ ഒരു അനാചാരം ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അനാചാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇൻ്റർഫിയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ അൺടച്ചബിലിറ്റി, അയിത്തം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ അയിത്തമൊക്കെ ഒരു അനാചാരമല്ലേ. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാനായിട്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് ഇൻ്റർഫിയർ ചെയ്യാം. അതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടേം ജനാധിപത്യമാണ്. അതായത് ഭരണ സംവിധാനത്തിലെ ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന് പറയുന്നത്. പിന്നെയുള്ള ടേം റിപ്പബ്ലിക്കാണ്. അതായത് ഇലക്റ്റഡ് ആയിട്ടുള്ള ഭരണത്തലവനുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതല്ലാത്ത ഒരു രാജ്യത്തിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ബ്രിട്ടൻ. ബ്രിട്ടനിലാണെങ്കിൽ രാജ്യത്തിൻ്റെ തലവനായിട്ട് വരുന്നത് രാജാവാണ്. പക്ഷേ ഇന്ത്യയുടെ തലവനായിട്ട് വരുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് ഇലക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പറയാം. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ടേമിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതായത് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമിൻ്റെയും മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്ന നീതിയാണ്, ജസ്റ്റിസ്. എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നാണ് കൊടുത്തേക്കുന്നത്. എല്ലാ സിറ്റിസൺസിനെയും കാസ്റ്റോ കളറോ റേസോ റിലീജിയനോ സെക്സോ നോക്കാതെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സാമൂഹ്യ നീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാമ്പത്തിക നീതി എന്ന് വെച്ചാൽ എന്താണ്, സാമ്പത്തിക നീതി എന്ന് വെച്ചാൽ അതായത് പണത്തിൻ്റെ ബേസിസിൽ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്നാണ് ഈ പറയുന്ന സാമ്പത്തിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് രാഷ്ട്രീയപരമായിട്ട് എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അതായത് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ എല്ലാ സിറ്റിസൺസിനും എന്ത് ചെയ്യാം, ഹയസ്റ്റ് പൊളിറ്റിക്കൽ അതോറിറ്റി, അതായത് പ്രസിഡന്റ് വരെയുള്ള എല്ലാ സ്ഥാനത്തേക്കും മത്സരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ്റിൽ ഒരു വോയിസ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. സിറ്റിസൺസിന് എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 3 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എടുത്തതാണ്, സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം. അപ്പോൾ അതിനൊന്നാമത്തെയാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൺസിനും എന്തുണ്ട്, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതത്തിൽ വിശ്വസിക്കാനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റില്ല, ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഈ പറയുന്ന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ടേം സമത്വം അഥവാ ഇക്വാലിറ്റി ആണ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതായത് പദവിയിലും അവസരത്തിനുമുള്ള സമത്വമാണ് പറയുന്നത്. അതായത് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക, തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുക, പിന്നെ സ്പെഷ്യലായിട്ടുള്ള പരിഗണനകൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ സാധൂകരിക്കുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള മൗലികാവകാശങ്ങൾ. അത് നമുക്ക് പിന്നീട് ഘട്ടത്തിൽ കൂടുതലായിട്ട് നോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്. അതായത് ഫ്രറ്റേണിറ്റി, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഖണ്ഡത അഥവാ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന ടേം 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ടേമാണ്. അപ്പോൾ ഞാൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് ഞാൻ ഒന്നുകൂടി പറയാം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതായത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അപ്പോൾ ഇതാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതായത് ബേസിക്കലി എപ്പോഴാണ് ഈ പറയുന്ന ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്തത് അതാണ് പറയുന്നത്. 1949 നവംബർ 26-ാം ദിവസമാണ് നമ്മൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ പ്രദാനം ചെയ്യുന്നത്. അതായത് ഈ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, നിയമനിർമ്മാണ സഭ അഡോപ്റ്റ് ചെയ്യുന്നു, ഇന്ത്യക്കാർക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് ഈ പറയുന്ന നവംബർ 26, 1949 പക്ഷെ അത് ചില പ്രൊവിഷൻസ് മാത്രമേ അന്ന് നിലവിൽ വന്നുള്ളൂ. പൂർണ്ണമായിട്ടും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ദിവസം അതായത് 1949 നവംബർ 26 ഭരണഘടനയുടെ എല്ലാ പ്രൊവിഷൻസും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ആ ഒരു ദിവസത്തെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ ആ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. പൂർണ്ണ സ്വരാജ്യ റെസൊല്യൂഷൻ പാസ്സാക്കിയ ലാഹോർ സമ്മേളനത്തിന് ശേഷം 1930 ജനുവരി 26-നാണ് കംപ്ലീറ്റ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് കൂടിയായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നുള്ള 2 ടേംസ് പിന്നെ ആഡ് ചെയ്തതാണ്. അതുപോലെ നിങ്ങൾ താഴെ നോക്കുവാണെങ്കിൽ യൂണിറ്റി ഓഫ് നേഷൻ എന്നാണ് കാണുന്നത്, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ ടേമില്ല. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു 3 ടേം പിന്നെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അതായത് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം, മതേതരം അഥവാ സെക്യുലറിസം, പിന്നെ ഇവിടെ അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഈ ഒരു 3 ടേം 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976-ലെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആഡ് ചെയ്തതാണ്. ആ കാര്യമാണ് ഇവിടെ താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിയമ്പിളിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും മിക്കവാറും ഇത് വായിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഇതുപോലത്തുള്ള അറിവുകൾ അറിയാനും സ്കൂൾ കുട്ടികൾക്കുള്ള ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നതിന് നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.